ഇടയിലും രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇന്നലെയും കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങൾ ദേവസ്വം ബോർഡിന് ഏൽക്കേണ്ടി വന്നു. ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർക്ക് ഏൽക്കേണ്ടി വന്നു. ഇപ്പോൾ മണിമണ്ഡപത്തിന് ഉള്ളിലേക്ക് കയറി അതിനുള്ളിലുള്ള ഭസ്മം രാഷ്ട്രപതി തന്നെ സ്വയം എടുത്ത് നെറ്റിയിൽ അണിയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണിമണ്ഡപത്തിൽ ഭക്തന്മാർ കൊണ്ടുവന്ന് ഭസ്മം നിക്ഷേപിക്കാറുള്ളത്, അവിടെ നൽകാറുള്ളത്. അവിടെ നിന്നുള്ള ഭസ്മം നേരെ ഉള്ളിലേക്ക് കയറി പടി കയറി നേരെ എത്തി രാഷ്ട്രപതി അത് നെറ്റിയിൽ തൊടുകയാണ് ഉണ്ടായത്. അതിനുശേഷം നേരെ നവഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നവഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിൽ ദർശനം തൊട്ട് സമീപത്ത് തന്നെയാണല്ലോ, രതീഷ് അറിയാമല്ലോ, തൊട്ട് സമീപത്ത് തന്നെയാണ് നവഗ്രഹങ്ങളുടെ ക്ഷേത്രമുള്ളത്. അവിടെ ദർശനം നടത്തും. ശബരിമലയിൽ എത്തുന്ന രാഷ്ട്രപതിക്ക് വേണ്ടിയുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരുന്നു. സന്നിധാനത്ത് എത്തിയ രാഷ്ട്രപതി നേരെ ദേവസ്വം കോംപ്ലക്സിലേക്ക് പോകുന്നതായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി നേരെ വന്നത് 18-ാം പടിക്ക് താഴേക്കാണ്. 18-ാം പടിക്ക് താഴെ ഇരുമുടിക്കെട്ട് തലയിലേന്തി നാളികേരം ഉടച്ച് അതിനുശേഷം 18-ാം പടി കയറി നേരെ കൊടിമര ചുവട്ട് വഴി മുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ആ സമയത്ത് തന്നെ ദേവസ്വം മന്ത്രി VN വാസവൻ, അതുപോലെ തന്നെ മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ദേവസ്വം കമ്മീഷണർ അടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം സന്നിധത്തിലാണ് പൂർണ്ണകുംഭം നൽകി രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. ഇപ്പോൾ നാഗദൈവങ്ങളുടെ മാളികപ്പുറത്തെ നാഗദൈവ ക്ഷേത്രങ്ങളുടെ മുന്നിലാണ് ഇപ്പോൾ രാഷ്ട്രപതി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിനുശേഷം നേരെ തിരിച്ച് വീണ്ടും മാളികപ്പുറത്ത് ക്ഷേത്രത്തിലേക്ക് എത്തും. മാളികപ്പുറത്ത് ആ ദർശനം കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നേരെ പോകുന്നത് വാവരുനടയിലേക്കാണ്. വാവരുനടയിൽ പോയി അവിടെയും ദർശനം നടത്തിയ ശേഷമായിരിക്കും തിരിച്ച് രാഷ്ട്രപതി ദേവസ്വം കോംപ്ലക്സിലേക്ക് പോവുക. മാളികപ്പുറത്തെയും ദർശനം ഏകദേശം പൂർത്തിയായിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് രാഷ്ട്രപതി തിരികെ മടങ്ങുന്ന ഒരു കാഴ്ചയാണ്. നവഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്കാണ് രാഷ്ട്രപതി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ തൊഴുത് അതിനുശേഷമാണ് രാഷ്ട്രപതി നേരെ സോപാനത്തേക്ക് സന്നിധാനത്തേക്ക് വീണ്ടും വരിക. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, കാരണം ADGP നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സുരക്ഷാ പരിശോധനകളാണ് നടത്തിയത്. അതിനുശേഷമാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ ഇപ്പോൾ ഏകദേശം മാളികപ്പുറത്തെ ദർശനം പൂർത്തിയായിരിക്കുന്നു. നേരെ എത്തി മാളികപ്പുറത്തമ്മയെ തൊഴുതു. അതിനുശേഷം മണിമണ്ഡപത്തിലേക്ക് പോയി, മണിമണ്ഡപത്തിൽ നിന്ന് നാഗദൈവങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് പോയി. അതിനുശേഷമാണ് നവഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അവിടെ എല്ലാം തന്നെ ദർശനം പൂർത്തിയാക്കി. മണിമണ്ഡപം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ശബരിമലയെ ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാനമാണ്. മൂലസ്ഥാനം എന്ന്, ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ മൂലസ്ഥാനങ്ങളുണ്ട്. ആ മൂലസ്ഥാനം എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ളതാണ് മണിമണ്ഡപം, അയ്യപ്പൻ്റെ മണിമണ്ഡപം. അവിടെ എത്തി അതിന് മുകളിലേക്ക് കയറി അവിടെ നിന്ന് സ്വന്തം കൈകൊണ്ട് ഭസ്മമടക്കമുള്ള പ്രസാദങ്ങൾ എടുത്ത് നെറ്റിയിലണിഞ്ഞാണ് രാഷ്ട്രപതി അവിടെ നിന്ന് മടങ്ങുന്നത്. ഇപ്പോൾ നേരെ പോകുന്നത് തിരിച്ച് നേരത്തെ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ച് നേരെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വന്ന വഴിയിലൂടെ തിരിച്ച് സോപാനത്തേക്ക് തന്നെ മടങ്ങും എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അങ്ങനെയുള്ളൊരു നീക്കമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ രാഷ്ട്രപതി പറഞ്ഞതിന് സമാനമായ രീതിയിലുള്ള എത്തുന്ന ഒരു സമയക്രമത്തിലല്ല. അതിനു മുമ്പ് തന്നെ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തും. ഇപ്പോൾ മാളികപ്പുറത്ത് ദേവിക്ക് മുന്നിലേക്ക് വീണ്ടും രാഷ്ട്രപതി എത്തിയിരിക്കുന്നു. അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തി അവിടെ ആ ഏറ്റവും മുന്നിൽ നിന്ന് മാളികപ്പുറത്ത് ദേവിയെ തൊഴുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 പേരാണ് ശബരിമലയിലേക്ക് ഇരുമുടിക്കെട്ടുമായി സന്നിധാനത്തേക്ക് രാഷ്ട്രപതിക്കൊപ്പം 4 പേരാണ്, രാഷ്ട്രപതി അടക്കം 4 പേരാണ് ഇരുമുടി കെട്ട് തലയിലേന്തി മുകളിലേക്ക് വന്നത്. അവർ 4 പേരും നേരെ ഇരുമുടിക്കെട്ട് ശ്രീകോവിലിന് മുന്നിൽ, സോപാനത്തിന് മുന്നിൽ ആ പൊന്ന് പടിക്ക് മുന്നിലാണ് ഇരുമുടിക്കെട്ട് സമർപ്പിച്ചത്. മേൽശാന്തി ആ ഇരുമുടിക്കെട്ട് അകത്തേക്ക് കൊണ്ടുപോയി അതിനുശേഷം അതിലെ പൂജാദ്രവ്യങ്ങൾ എടുത്തു. അതിനുശേഷമാണ് തിരിച്ച് പ്രസാദവും തീർത്ഥവും അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിക്ക് നൽകിയത്. ചന്ദനമടക്കമുള്ള പ്രസാദങ്ങൾ, ക്ഷേത്രത്തിലെ മറ്റ് പ്രസാദങ്ങളെല്ലാം തന്നെ പാനകവും അതുപോലെ തന്നെ ക്ഷേത്രത്തിനുള്ളിലെ അരവണയടക്കമുള്ള പ്രസാദങ്ങൾ ഈ രാഷ്ട്രപതിക്ക് നൽകി. ഇപ്പോൾ നമ്മൾ കാണുന്നത് രാഷ്ട്രപതി ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ, മാളികപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ, മാളികപ്പുറത്ത് ദേവിക്ക് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വലിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള ഭക്തർക്കാർക്കും തന്നെ അവിടേക്ക് പ്രവേശനമില്ല. ഇന്ന് 3 മണിയോട്
കൂടി രാഷ്ട്രപതി മടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു രീതിയാണ് ഇപ്പോൾ ഈ മാളികപ്പുറത്തെ മേൽശാന്തി ഇപ്പോൾ രാഷ്ട്രപതിക്ക് പ്രസാദമടക്കമുള്ള കാര്യങ്ങൾ, മാളികപ്പുറത്തെ പ്രസാദമടക്കമുള്ള കാര്യങ്ങൾ, മാളികപ്പുറത്ത് നിന്നുള്ള മറ്റ് അരവണ പായസം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൈമാറിയിട്ടുണ്ട്. അതിനുശേഷം ദർശനം പൂർത്തിയാക്കി നേരെ സന്നിധാനത്തേക്ക് സോപാനത്തേക്ക് രാഷ്ട്രപതി തിരിച്ച് പോവുകയാണ്. സോപാനത്തെത്തി നേരെ അവിടെ നിന്ന് സ്റ്റാഫ് ഗേറ്റ് വഴിയായിരിക്കും താഴേക്ക് ഇറങ്ങുക. അങ്ങനെയുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വലിയ ഇന്ത്യയുടെ പ്രഥമ പൗരയാണ്, ആ വ്യക്തിയാണ് ഇവിടേക്ക് സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് രാഷ്ട്രപതി ഇപ്പോഴും മാളികപ്പുറത്ത് ദേവീക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് നേരെ തിരിച്ച് സോപാനത്തേക്ക്, അതായത് ശബരിമല ശ്രീകോവിലിന് സമീപത്തേക്ക് തിരിച്ച് നടക്കുകയാണ് എന്നുള്ളതാണ്. ഇനി ദർശനം നടത്തേണ്ടതും ബാവൂർനടയിലാണ്. ബാവൂർനടയിലും ദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും രാഷ്ട്രപതി ഇവിടെ നിന്ന് മടങ്ങുക. നേരത്തെ 18-ാം പടിക്ക് താഴെ 2 ക്ഷേത്രങ്ങളുണ്ട്. വലിയ കറുത്തസ്വാമിയുടെയും കൊച്ചു കറുത്തസ്വാമിയുടെയും ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പ്രാർത്ഥിച്ച് അതിന് മുന്നിൽ നിന്ന് വന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് 18-ാം പടി ചവിട്ടി മുന്നോട്ട് 18 പടികളും തൊഴുത് മുന്നോട്ട് രാഷ്ട്രപതി പോയത്. അതിനുശേഷം ശ്രീകോവിലിന് മുന്നിലേക്ക്, അതായത് കൊടിമര ചുവട്ടിലൂടെ നേരെയുള്ള വഴിയിലൂടെ സോപാനത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. അവിടെ തന്ത്രിയും മേൽശാന്തിയും ചേർന്നാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. രാഷ്ട്രപതി നേരെ ഇരുമുടിക്കെട്ടുമായി മുന്നിൽ അയ്യപ്പന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം നേരെ ഇരുമുടിക്കെട്ട് തന്ത്രി ഏറ്റവും അടുത്തുള്ള പടി, അതായത് വാതിലിനോട് ചേർന്നിട്ടുള്ള പടിയിൽ ഇരുമുടിക്കെട്ട് വെച്ചു. ഇരുമുടിക്കെട്ട് മേൽശാന്തി അത് അരുൺകുമാർ നമ്പൂതിരി അത് ഏറ്റുവാങ്ങി. അതിനുശേഷം തന്ത്രി അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതിലെ പൂജാദ്രവ്യങ്ങളൊക്കെ എടുത്ത് പൂജിച്ച ശേഷമാണ് തിരിച്ച് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് പുറത്തേക്ക് വന്നത്. ഇരുമുടിക്കെട്ടിനൊപ്പം തന്നെ മറ്റ് പ്രസാദമടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിക്ക് സമ്മാനിക്കുകയും ചെയ്തു. ഇപ്പോൾ ഗൂർഖ വാഹനമടക്കം അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. മേലെ തിരുമുറ്റത്ത് ഗൂർഖ വാഹനമടക്കം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അതായത് ദേവസ്വം കോംപ്ലക്സിലേക്ക് രാഷ്ട്രപതി പോകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം. പോവുകയാണെങ്കിൽ ആ ഗൂർഖ വാഹനത്തിൽ തൊട്ട് ഏതാണ്ടൊരു 50-60 മീറ്റർ മാത്രമാണ് ദൂരമുള്ളെങ്കിൽ പോലും അവിടേക്ക് ഗൂർഖ വാഹനത്തിലായിരിക്കും രാഷ്ട്രപതി പോവുക. വലിയ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷം, അതിനേക്കാൾ ഒരു വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് ദേവസ്വം മന്ത്രി അടക്കമുള്ള ആൾക്കാർ സന്നിധാനത്ത് എത്തിയിരുന്നു. നേരത്തെ പ്രമാണത്ത് രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ വേണ്ടി ദേവസ്വം മന്ത്രി അടക്കമുള്ള ആൾക്കാർ, ദേവസ്വം മന്ത്രി പത്തനംതിട്ട MP ആൻ്റണി, പ്രമോദ് നാരായൺ MLA അടക്കമുള്ള ആൾക്കാർ, KU ജനീഷ് അടക്കമുള്ള MLA അടക്കമുള്ള ആൾക്കാർ ചേർന്നാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. രാഷ്ട്രപതിക്ക് വേണ്ടിയുള്ള വാഹനം ദേവസ്വം ബോർഡ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ആ രാഷ്ട്രപതി സഞ്ചരിച്ച ഗൂർഖ വാഹനം വാങ്ങിയത്. മുകളിലേക്ക് ആംബുലൻസായി മറ്റും ഉപയോഗിക്കുന്ന വാഹനമായിരുന്നു. ഇപ്പോൾ ആ ഗൂർഖ വാഹനം നേരെ 18-ാം പടിക്ക് സമീപത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. എന്തായാലും വലിയ ഒരു സുരക്ഷയാണ്, കാടാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഉദ്യോഗസ്ഥരെ, പല സ്ഥലങ്ങളിലും ഏറ്റവും സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് അനുമാനിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. കാടുകൾ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒത്തിരി ഊരുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. ആ പ്രദേശങ്ങളിൽ തണ്ടർ ബോൾട്ടിൻ്റെ സംഘം, കേരള പോലീസിൻ്റെ ആൻറ്റി ടെറർ സ്ക്വാഡ് അടക്കമുള്ളവർ കാടിനുള്ളിൽ കുറച്ചേറെ ദിവസങ്ങളായി പരിശോധനകളും ഒക്കെ നടത്തുകയാണ്. രാജ്യത്തിൻ്റെ പ്രഥമ പൗരയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം സുരക്ഷാ പ്രാധാന്യമുള്ളൊരു സംഭവം കൂടിയാണ്. ഇപ്പോൾ ഗൂർഖ വാഹനം മുന്നോട്ട് കടന്നു വരികയാണ്. രാഷ്ട്രപതി എവിടെയാണോ എത്തുന്നത്, അതായത് ഈ മാളികപ്പുറത്ത് നിന്ന് ദർശനം പൂർത്തിയാക്കിയ ശേഷം എവിടെ നിന്നാണോ വാഹനത്തിൽ കയറുന്നത് അവിടേക്ക് തന്നെ ഇപ്പോൾ ഗൂർഖ വാഹനം എത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 2-3 മാസം മുമ്പ് ദേവസ്വം ബോർഡിൻ്റെ പുതിയ ഗൂർഖ വാഹനത്തിലാണ് രാഷ്ട്രപതി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത്. ആ വാഹനത്തിൽ തന്നെയാണ് അവർ നേരെ തിരിച്ച് പമ്പയിലേക്കും വരുന്നതും. ഏതാണ്ട് രാവിലെ ഏതാണ്ട് 11:10 കെട്ടുനിറയ്ക്കൽ ചടങ്ങുകൾ ആരംഭിച്ചത്. കെട്ടുനിറച്ചത് പമ്പ ഗണപതി കോവിലിലെ മേൽശാന്തിയുടെ നേതൃത്വത്തിലാണ്. 4 പേരാണ് കെട്ടുനിറച്ചത്. അതിൽ ഒരാൾ രാഷ്ട്രപതി, മറ്റു 3 പേർ രാഷ്ട്രപതിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരും ADC അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ 4 പേർ കെട്ടുനിറച്ചു. ഒരു വാഹനത്തിൽ അവർ 4 പേരും സന്നിധാനത്തേക്ക് വന്നു. രാഷ്ട്രപതി ആദ്യം 18-ാം പടിക്ക് താഴെ എത്തി ആ കൊടിമര ചൂടൻ
സ്റ്റെപ്പിന് താഴെ എത്തി നാളികേരം ഉടച്ചു. അതിനുശേഷം വലിയ കറുത്തസ്വാമിയുടെയും ചെറിയ കറുത്തസ്വാമിയുടെയും ശ്രീകോവിലിൽ ദർശനം നടത്തി. പിന്നീട് ഓരോ പടിയും 18 പടികളും 18 മലകളെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്, 18 ദൈവങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്, 18 വിശ്വാസങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസമുള്ളതാണ് 18ാം പടി എന്ന് പറയുന്നത്. ആ 18ാം പടിയിൽ തൊഴുതാണ് കന്നി മാളികപ്പുറമായിട്ടുള്ള ദ്രൗപദി മുർമു ഇവിടേക്ക് മുകളിലേക്ക് എത്തിയത്. അതിനുശേഷം ആ കൊടിമര ചൂട് വഴി നേരെ സോപാനത്തേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ മാളികപ്പുറത്ത് ക്ഷേത്രത്തിന് സമീപത്തേക്ക് ഗൂർഖ വാഹനം പോവുകയാണ്. മാളികപ്പുറത്ത് ക്ഷേത്രത്തിൻ്റെ സമീപത്ത് നിന്ന് രാഷ്ട്രപതി ആ വാഹനത്തിൽ കയറും. അതിനുശേഷം ആ വാഹനത്തിലായിരിക്കും തിരിച്ച് വാവൂർസ്വാമിയുടെ നടയിലേക്ക് രാഷ്ട്രപതി എത്തുക. ഇപ്പോൾ ആ ഗൂർഖ വാഹനം ഈ മാളികപ്പുറം ക്ഷേത്രത്തിന് താഴെ ഒരു സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പിന് താഴേക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ രാഷ്ട്രപതി ആ വാഹനത്തിൽ കയറും. അതിനുശേഷം നേരെ ദേവസ്വം കോംപ്ലക്സിന് സമീപത്ത് തന്നെയാണ് വാവൂർ നടയുള്ളത്. അവിടേക്ക് പോകാനാണ് സാധ്യത. ഏകദേശം എല്ലാ ക്ഷേത്രങ്ങളിലും മാളികപ്പുറത്തും ശൗര്യയിലും അവിടങ്ങളിലെ ഉപദേവതാ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ദർശനം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. പൂർത്തിയാക്കിയ ശേഷമാണ് രാഷ്ട്രപതി ഇവിടെ നിന്ന് നേരെ വാവൂർ നടയിലേക്ക് പോകുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സന്ദർശനമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നു.